സുസുക്കിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന വാഹനങ്ങളിലൊന്നാണ് ഫ്രോങ്സ്. ഒരുപാട് ബുക്കിങ്ങുകൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടി ഇറങ്ങുന്നുമുണ്ട്. ഒരു ബേസ് മോഡൽ ഫ്രോങ്സ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വാഹനത്തിൽ ടോപ്പ് മോഡലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബേസ് മോഡൽ ഫ്രോങ്സുകൾ മോഡിഫൈ ചെയ്ത ധാരാളം വീഡിയോകൾ യൂട്യൂബിലുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഡൽഹിയിലെ വീഡിയോകളിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഒരു ഷോപ്പുകളിലും ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന അത്ര ആക്സസറീസുകൾ അവൈലബിൾ അല്ല. അത് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു ഫ്രോങ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ ആക്സസറീസുകൾ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഡേ ലൈറ്റ് ആണ്. അതായത് ടോപ്പ് മോഡലിൽ വരുന്ന സെയിം ഡേ ലൈറ്റ്. ഈ വാഹനത്തിൽ ഇൻഡിക്കേറ്ററും പാർക്കും വരുന്ന ഒരു പീസാണ് വന്നിരുന്നത്. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം ടോപ്പ് മോഡലിൽ വരുന്ന സെയിം ഡേ ലൈറ്റ് ആണ് നമ്മൾ ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പാർക്ക്, ഡേ ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, അത് ടോപ്പ് മോഡലിലെ ജെന്യുവൻ പ്രോഡക്റ്റ് വെച്ച് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിൽ ബൾബ് ചേഞ്ച് ചെയ്തിട്ട് LED കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ പ്രശ്നം കൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഈ വാഹനത്തിൽ നമ്മൾ ഹോൺ ചേഞ്ച് ചെയ്തിട്ട് ഹെല്ലയുടെ ക്രോം ടിൻറ്റൂൺ എന്ന് പറയുന്ന ഹോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഫോൾഡബിൾ സൈഡ് മിറർ, അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ സൈഡ് മിറർ, വൈറ്റ് കളർ പെയിൻറ്റിൽ ജെന്യുവൻ ആയിട്ടുള്ള മിററാണ്. ജെന്യുവൻ ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ വന്നിരുന്ന ഭാഗത്തുനിന്ന് ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫെൻഡർ ഗാർണിഷ്, അതും ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു എക്സ്ട്രാ ഫീച്ചർ കൊടുത്തിട്ടുള്ളത് റിമോട്ടിൽ ഫോൾഡ് അൺഫോൾഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഓപ്പണും ക്ലോസും ആവുന്ന ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മളൊരു MLF സിംഗിൾ പീസ് MLF ഫ്ലോർ മാറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ അകത്ത് ഫുൾ മാറ്റ് ഒട്ടിക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും നല്ല മാറ്റ് ഇത് തന്നെയാണ്. സിംഗിൾ പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ മണ്ണോ വെള്ളമോ ഒന്നും ഒട്ടും അകത്തേക്ക് ഇറങ്ങില്ല. വെൽക്രോ വെച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യത്തിന് നമുക്ക് ഇളക്കി മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ പശയോ മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും MLF മാറ്റ് തന്നെ ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് ഒരു ബാക്ക് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ടോപ്പ് മോഡൽ സ്റ്റിയറിംഗ്, അതായത് ബേസ് മോഡലിൽ ഉണ്ടായിരുന്ന നോർമൽ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തതിന് ശേഷം ടോപ്പ് മോഡൽസിലെ എല്ലാ കൺട്രോൾസും ഉള്ള സ്റ്റിയറിംഗ് ഈ ഫ്രോങ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വയർ കട്ടിംഗ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് പുറകുവശത്തേക്ക് വരുമ്പോൾ കണക്ഷൻ ടൈൽ ലാമ്പ്, ടോപ്പ് മോഡലിലെ സെയിം മാരുതി ജെന്യുവൻ ആയിട്ടുള്ള കണക്ഷൻ ടൈൽ ലാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് അകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5D മാറ്റ്, GFXൻ്റെ ടോപ്പ് ക്വാളിറ്റിയുള്ള 5D മാറ്റ് നമ്മൾ ഈ ഫ്രോങ്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ടോപ്പ് മോഡലിൽ വരുന്നൊരു അലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോമുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർ വൈസർ വിത്ത് ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ റിഫ്ലക്ടർ LEDയും നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ബാക്ക് ക്യാമറ വിത്ത് 4 സ്പീക്കർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്ന നല്ലൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിറ്റിങ്ങിന് ശേഷം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ വാഹനങ്ങൾ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കാറുള്ളത്. ഇനി മെയിനായിട്ട് ഫ്രോങ്സിന് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചില ആക്സസറീസുകൾ മറ്റുള്ള ചില വാഹനങ്ങൾ ചെയ്തേക്കുന്ന വീഡിയോയും കൂടെ ജസ്റ്റ് കാണിക്കാം. ഇത് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. അപ്പോൾ സീറ്റ് റിമൂവ് ചെയ്ത് അടിയിലത്തെ പാർട്ട് റീപ്ലേസ് ചെയ്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, ടോപ്പ് മോഡലിലെ പോലെ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോങ്സിൻ്റെ ആം റെസ്റ്റ്, അതുപോലെ തന്നെ ഗിയർ നോബ്, ട്യൂട്ടർ കവർ, അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ റിയർ AC ആക്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഡേ ലൈറ്റ്, റിയർ AC, ആം റെസ്റ്റ്, അതുപോലെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ആക്സസറീസുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കേരളത്തിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഫ്രോങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക. നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള റേറ്റിന് നമുക്ക് നല്ല രീതിയിൽ വർക്കുകൾ ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഓടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.